അടച്ചുറപ്പുള്ള വീടുകളും അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാതെ ദുരിതമനുഭവിക്കുകയാണ് വയനാട് പൂതാടി പഞ്ചായത്തിലെ നെയ്ക്കുപ്പ കോളനി നിവാസികൾ. പണിയ വിഭാഗക്കാരായ ഇവരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിരവധി പരാതികൾ നൽകിയെങ്കിലും ഒന്നിനും ഇതുവരെ ഫലമുണ്ടായില്ല എന്നാണ് ഗോത്രവിഭാഗത്തിൻ്റെ ആരോപണം. മഴക്കാലമായാൽ വീടുകളിൽ നിന്ന് പലായനം ചെയ്യേണ്ട അവസ്ഥയാണ്. പകർച്ചവ്യാധികൾ പിടിപെടുമോ എന്ന ആശങ്കയും ഇവർക്കിപ്പോഴുണ്ട്. അടച്ചുറപ്പുള്ള വീടുകളില്ല, പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യങ്ങളില്ല. ഏറെ ദുരിതത്തിലാണ് പൂതാടി പഞ്ചായത്തിലെ പണിയ വിഭാഗക്കാർ. നരസിപ്പുഴയിൽ വെള്ളം കയറിയാൽ കയ്യിൽ കിട്ടിയതെല്ലാം വാരിയെടുത്തുകൊണ്ട് മറ്റൊരിടത്തേക്ക് പലായനം ചെയ്യേണ്ട അവസ്ഥ. പൂതാടി പഞ്ചായത്തിലെ 1-ാം വാർഡാണ് നെയ്ക്കുപ്പ. ഇവിടെ നരസിപ്പുഴയുടെ കരയിലാണ് നെയ്ക്കുപ്പ കോളനി. ഭൂരിഭാഗവും പണിയ വിഭാഗക്കാരായ ഗോത്ര ജനത. ജനറൽ വിഭാഗത്തിൽപ്പെട്ട 8 കുടുംബങ്ങൾ ഉൾപ്പെടെ ആകെ 38ഓളം വീടുകൾ. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച വീടുകൾ പലതും അടിത്തറയിളകി. ചില വീടുകളിൽ കക്കൂസുകൾ പൊട്ടി പുറത്തു വമിക്കുന്നത് സഹിക്കാൻ കഴിയാത്ത ദുർഗന്ധം. മഴക്കാലത്ത് ഇതിൽ കടന്നിറങ്ങാൻ പറ്റില്ല. ഈ മഴക്കാലത്ത് ഭയങ്കര ചോർച്ച. അപ്പോൾ ഇതിൽ പിന്നെ പഞ്ചായത്തിനോട് ഞങ്ങൾ ചെന്ന് പറയുമ്പോൾ ഇതിൽ ഫണ്ടില്ല, പഞ്ചായത്തിൽ ഫണ്ടില്ല, റൈവലിൽ ഫണ്ടില്ല, എവിടെയും ഫണ്ടില്ല. ഇവിടെ ഞങ്ങളെ ഇന്നിവിടെ നെക്കുപ്പ കോളനിക്ക് ഒരു വീടും തരില്ല, ഒന്നും തരില്ല എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഇവിടെ വീട് തന്നില്ലെങ്കിലും ഞങ്ങളെ മാറ്റി പാർപ്പിക്കണം. ഞങ്ങളും മനുഷ്യ ജീവിയാണ്. ഒരു ബാത്റൂം കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ബാത്റൂം പൊട്ടിയെത്തിപ്പം ഞങ്ങൾ അയൽവക്കക്കാരുടെ ബാത്റൂമിലാണ് ഞങ്ങൾ പോകുന്നത്. ബാത്റൂം വരെ പണിയാൻ ഞങ്ങൾക്ക് ഒരു മാർഗ്ഗം ഇവിടെ ഇല്ല. ട്രൈബൽ പ്രൊമോട്ടർമാരാണ് ആദ്യ ആശ്രയം. പഞ്ചായത്തിലുൾപ്പെടെ നിരവധി തവണ പരാതി നൽകി. എങ്കിലും നരകയാതനയ്ക്ക് അയവില്ലെന്ന് മാത്രം. അധികാരിമാരൊക്കെ വന്നിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ എന്തൊരു അധികാരിമാർ പോവും. പിന്നെ ഈ ഭാഗത്ത് ആരും തിരിഞ്ഞു നോക്കില്ല. പിന്നെ ട്രൈബൽക്കാർ അവരും ആരും വന്ന് നോക്കില്ല. പിന്നെ മെമ്പർമാർ ആരും വരില്ല. പിന്നെ അവരെപ്പെങ്കിലും വന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും അവരോട് പറയുമ്പോൾ ഇന്ന് ചെയ്തു തരാം അന്ന് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവും. പിന്നെ വിളിക്കുമ്പോൾ ഫോൺ കൊടുക്കില്ല, പിന്നെ ഫണ്ടില്ല എന്നൊക്കെ അവർ പറയുന്നത്. കാലവർഷമാകുന്നതോടെ നരസിപ്പുഴയുടെ കര കവിയും. അപ്പോൾ കയ്യിൽ കിട്ടുന്നതെല്ലാം വാരിയെടുത്ത് സ്കൂളിലേക്ക് ഓടും. 38 കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിക്കാമെന്ന് വോട്ട് ചോദിച്ചു വരുന്നവരൊക്കെ വാഗ്ദാനങ്ങൾ നൽകി. പക്ഷേ ഇപ്പോഴും അവസ്ഥയിൽ മാറ്റമൊന്നുമില്ല. 38ഓളം കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്, ജനറൽ അടക്കം. കാലങ്ങളായി അവരാവശ്യപ്പെടുന്ന, അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുസമൂഹവും ആവശ്യപ്പെടുന്നത് ഇവരെ ഇവിടുന്ന് മാറ്റിപ്പാർപ്പിച്ച് അവർക്ക് സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്താൻ ആവശ്യമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ളതാണ് ആവശ്യപ്പെടുന്ന ഒരു പരിഹാരമാർഗം. പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കഴിയുന്നത് കക്കൂസ് മാലിന്യങ്ങൾക്കിടയിലാണ്. പകർച്ചവ്യാധികൾ ഭയന്ന് ഇനി എത്ര നാൾ എന്ന ചോദ്യമാണ് കോളനിയിലെ ഓരോ മുഖങ്ങളിലും ബാക്കി. നരസിപ്പുഴയ്ക്ക് കുറുകെയുള്ള ഈ പാലം കടന്നെത്തുന്നത് പൂതാടി പഞ്ചായത്തിലെ നെയ്ക്കുപ്പ പണിയ കോളനിയിലേക്കാണ്. അല്ല, നരസിപ്പുഴ സമ്മാനിക്കുന്ന നരകയാതനയിലേക്കാണ്. ഇതിൽ നിന്നൊരു മാറ്റമാണ് ഈ കോളനിക്കാർ ആവശ്യപ്പെടുന്നത്. റിബിൻ ജോൺ പാലേരിക്കൊപ്പം അരുൺ പാറയ്ക്കൽ, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ആദിവാസി വിഭാഗങ്ങളുടെ ദുരവസ്ഥ ഒരുപാട് തവണ 24 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോടികൾ പ്രഖ്യാപിക്കുമെന്നല്ലാതെ അതിൻ്റെ ഗുണഫലങ്ങൾ ഇവർക്കൊന്നും ലഭിക്കുന്നില്ല എന്നാണ് ഓരോ റിപ്പോർട്ടും നമ്മോട് വിളിച്ചു പറയുന്നത്. അവരുടെ ദുരിതം എന്ന് തീരും? ആർക്കും ഉത്തരവില്ല. കേൾക്കാം ചില പ്രതികരണങ്ങൾ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വെള്ളപ്പൊക്കത്തിൽ ആയിക്കഴിഞ്ഞാൽ ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെ പോകണം. പിന്നെ സ്ഥലത്തിന് ഞങ്ങൾ കുറേ അങ്ങനെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടി അപേക്ഷ വെച്ചിട്ട് ഞങ്ങൾ മടുത്തിരിക്കുക. എന്നിട്ട് ഞങ്ങൾ കയ്യേറ്റത്തിന് പോയിട്ട് അതും ഞങ്ങൾക്കൊരു പൂർത്തിയാവുന്നില്ല. സർക്കാരാണെങ്കിൽ ഞങ്ങളെ മാറ്റി പാർപ്പിക്കാനും തീരുമാനിക്കുന്നില്ല. വെള്ളം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റോഡ് വരെ ഇല്ല. ഭയങ്കര ബുദ്ധിമുട്ട്. ഇവിടെ മാറ്റി പാർപ്പിക്കാൻ മാറി സർക്കാർ വരും, പാർട്ടി വരും, ഒരു തീരുമാനമില്ല. നമ്മളിവിടുന്ന് വരും കുറേ വർഷങ്ങൾ കഴിഞ്ഞു. എന്നുവെച്ചാൽ ഞങ്ങളെ മാറ്റി പാർപ്പിക്കുകയില്ല. അങ്ങനെയാണ് ഈ സ്ഥലത്ത് തന്നെ വെള്ളപ്പൊക്കം വന്നാലും ഞങ്ങൾ അവരെ കോളിയിലേക്ക് കൊണ്ടുപോകും, വണ്ടിയിൽ കൊണ്ടുവന്നിട്ട്. പിന്നെ നിങ്ങളെ മാറ്റി പാർപ്പി തരാം എന്നൊക്കെ പറയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.